ഹായ്, ഞാൻ ഫേസ്ബുക്ക് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. എന്നെപ്പോലെ ഈ സെയിം ഡൗട്ട്സ് ഉള്ള ആളുകൾക്ക് ഈ വീഡിയോയ്ക്ക് കിട്ടുന്ന മറുപടികൾ ഉപകാരപ്രദമാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒന്നും അത്ര ആക്റ്റീവായിട്ടുള്ള ആളായിരുന്നില്ല. വല്ലപ്പോഴും ഒരു 1-2 മാസം കൂടുമ്പോൾ ചിലപ്പോൾ ഒരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഓൾറെഡി എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് പ്രൊഫഷണൽ മോഡിലായതുകൊണ്ടായിരിക്കാം എനിക്ക് ഇതുപോലെ മോണിറ്റൈസേഷൻ ഇൻവിറ്റേഷൻ വന്ന് കിടക്കണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ അബദ്ധവശാൽ ശ്രദ്ധയിൽ പെട്ടതുകൊണ്ടാണ് അന്ന് തൊട്ടിട്ട് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ജൂലൈ ലാസ്റ്റ് വീക്കിലാണ് തുടങ്ങുന്നത്. ആ സമയത്ത് എനിക്ക് 2.8K ഫോളോവേഴ്സ് ആയിരുന്നു. ഇപ്പോൾ അത് 3.2Kയിലാണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഡൗട്ട് അതല്ല, ഇനി നമുക്ക് ഈ മോണിറ്റൈസേഷൻ എനേബിൾ ആവണമെങ്കിൽ വേറെ എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടോ, അല്ലെങ്കിൽ പേ ഔട്ട് സെറ്റപ്പ് വരണമെങ്കിൽ ഫോർ എക്സാമ്പിൾ നമുക്ക് 5K ഫോളോവേഴ്സ് വേണം, അല്ലാന്നുണ്ടെങ്കിൽ അനലിറ്റിക്സ് പേജിൽ സിമിലർ മോണിറ്റൈസ്ഡ് ക്രിയേറ്റേഴ്സിൻ്റെ വ്യൂസ് കാണിക്കുന്നുണ്ട്, നമ്മുടെ ഇത്ര കുറവാണ് അവർക്ക് ഇത്ര ഉണ്ട് എന്ന് കാണിക്കുന്നു, അതേപോലെ അവരുടെ ആവറേജ് വാച്ച് ടൈം കാണിക്കുന്നുണ്ട്. അത് ഇപ്പം 2 അറ്റം കൂട്ടിമുട്ടിയാൽ മാത്രമേ നമുക്ക് ഈ പേ ഔട്ട് സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുള്ളൂ, അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ എനേബിൾ ആവുള്ളൂ. അപ്പോൾ അതൊന്ന് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് ധാരണയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്നെപ്പോലെ സംശയമുള്ള ആളുകളുണ്ടാവും, അപ്പോൾ അവർക്കും ഇതൊരു ഉപകാരമായിരിക്കും. താങ്ക് യു.